നമ്മൾ ഈ ലോക്ക് ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം വെറും സിമ്പിളായിട്ടാണ് ഇത്ര ഒരു വിരലുകൊണ്ട് വേണമെങ്കിൽ ഇത് മടക്കി വയ്ക്കാം. അല്ലേ, അത് വീണ്ടും അങ്ങ് ലോക്കായി മടക്കി അതിൻ്റെ കൃത്യമായ ഇത് ഫോൾഡ് ആയതിനു ശേഷം ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് വീണ്ടും ലോക്കാവും. സുഹൃത്തുക്കളെ, ഞാനിന്ന് നിൽക്കുന്നത് കപ്പ് ഹോൾഡർ മിഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആ സ്ഥാപനമുണ്ട്. അത് ചാനൽ 5 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ചാനൽ 5 ആണ്. എന്താണ് പുതിയ കണ്ടുപിടുത്തം, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പുതിയ കണ്ടുപിടുത്തമാണോ? നമസ്കാരം. ഇത് ഒരു കണ്ടുപിടുത്തം എന്ന് പറയരുത്. കാരണം ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടില്ല. നമ്മൾ കസ്റ്റമറിന് വേണ്ടി അതിൻ്റെതായ ഒരു മോഡിഫിക്കേഷൻ വരുത്തി കസ്റ്റമറിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മളിത് ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മോഹൻകുമാർ. ചാനൽ 5ൻ്റെ പുതിയ ഒരു വർക്ക്, അതായത് ഒരു ഫോൾഡിംഗ് ടൈപ്പ് സ്റ്റെയർ കേസ്, അത് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫോൾഡിംഗ് ടൈപ്പ് സ്റ്റെയർ കേസ് അതിനോടൊപ്പം അതിനകത്ത് ഒരു അറ്റാച്ച് ഗ്രില്ലും കൂടെ, ഒരു ഗ്രില്ലും ഇതിനകത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ വർക്കിങ്ങിൽ അതിൻ്റെ കൂടെ ക്ലോസും ഓപ്പണും ആവുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ ലോക്ക്. ഇപ്പം ലോക്കാണ്. ഇപ്പം സ്റ്റെയർ നൂന്നിരിക്കുകയാണ്. ഇപ്പം ലോക്കാണ്, ഓട്ടോമാറ്റിക് ലോക്കാണിത്. അപ്പോൾ നമ്മൾ ഈ ലോക്ക് ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം വെറും സിമ്പിളായിട്ടാണ് ഇത്ര ഒരു വിരലുകൊണ്ട് വേണമെങ്കിൽ ഇത് മടക്കി വയ്ക്കാം. അല്ലേ, അത് വീണ്ടും അങ്ങ് ലോക്കായി മടക്കി അതിൻ്റെ കൃത്യമായ ഇത് ഫോൾഡ് ആയതിനു ശേഷം ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് വീണ്ടും ലോക്കാവും. ഇനി ഇങ്ങോട്ട് വരത്തില്ല, ലോക്കായി നിൽക്കുവാണ്. ഇനി നമ്മൾ വീണ്ടും ഇത് അൺലോക്ക് ചെയ്തിട്ട് വേറും സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ താത്ത് വയ്ക്കാം. ഇതാ, അപ്പോൾ മുകളിലത്തെ ഗ്രില്ല് ഓപ്പണായി. ഇത് സ്റ്റെയർ കേസ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് മുകളിലത്തെ ഗ്രില്ലും അവിടുത്തെ ആ എൻട്രൻസും ഓപ്പൺ ആവും. പിന്നെ ഇതിപ്പം മടക്കി വെച്ചതിന് ശേഷം ഇപ്പം നമുക്ക് ഇതിനെ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഈ ക്ലോസ് ആയ സാധനത്തിനെ വേണമെങ്കിൽ നമുക്ക് നീക്കി ഏതെങ്കിലും ഒരു സൈഡിലോട്ടും എടുത്തു വെക്കാം. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. കസ്റ്റമറിന് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ലെഗ് ഇവിടെ ഇരിക്കുവാണ്. ഇതിനെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതും ആ ഒരു ടെക്നോളജി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഏത് ഒരു വർക്ക് എങ്ങനെയൊക്കെ അവർക്ക് എന്തെല്ലാം ഫെസിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും നമുക്ക് ചാനൽ 5ൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈക്കിന് വരുന്ന ഷോക്ക് അബ്സറാണ്. പക്ഷേ ആ ഷോക്ക് അബ്സറിനകത്തും നമ്മൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഷോക്ക് അബ്സർ ഇത് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൈക്കിന് ഇതുപോലുള്ള ഒരു ഷോക്ക് അബ്സർ റെഡി കിട്ടുന്ന വേറൊരു രീതിയിലാണ്. അപ്പോൾ അതിനെ ചില ഭാഗങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തി ചില ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ഷോക്ക് അബ്സർ ഇതിനകത്തോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ശരിയാവത്തില്ല. അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതായത് നമുക്കിപ്പം സ്പേസ് ഒരു വിഷയമല്ല. കസ്റ്റമറിന്റെ ആവശ്യം എന്തൊക്കെയാണ് എന്നുള്ളതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. എത്ര കുറഞ്ഞ സ്പേസിന് ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഇനി ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം. ഒന്ന് മടക്കി അങ്ങോട്ട് ഏതെങ്കിലും സൈഡിലോട്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഭിത്തിയോട് ഇവിടെ ഒരു ഭിത്തിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അതും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മെത്തേഡ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ ഫോൾഡിങ് ആകുമ്പോൾ നമുക്ക് എത്ര വെയിറ്റ് കയറാൻ പറ്റും? നല്ല വെയിറ്റ് കയറാൻ പറ്റും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഒരേ സമയം ഇപ്പം 10 സ്റ്റെപ്പ് ഉണ്ട്. ഈ 10 പേർക്കും ഇതിനകത്ത് ഒരേ സമയം കയറി പോകുന്ന രീതിയിലാണ്. അത്രയും വെയിറ്റ് ഇത് താങ്ങും. അത്ര എല്ലാം ഹെവി മെറ്റീരിയലിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ഹെവി മെറ്റീരിയലാണ്. ഇത് എത്ര വർഷം വേണമെങ്കിലും കസ്റ്റമറെ യൂസ് ചെയ്യാം. യാതൊരു പ്രോബ്ലം വരത്തില്ല. തുരുപ്പിക്കത്തും അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഇതിപ്പോൾ ഷൊർണൂർ ചളവറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് ഇപ്പം ഞാൻ 12 വർഷത്തിന് മുന്നേ ഒരു ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിഫ്റ്റ് അതിൻ്റെ ആ കസ്റ്റമർ ഇപ്പോൾ അത് ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഫ്ലോറിലേക്കൂടെ ലിഫ്റ്റ് ഉയർത്തണം. അതിനുവേണ്ടി ആ എഞ്ചിൻ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചിരിക്കുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി വരുമ്പോൾ അതിൻ്റെതായ വർക്കുകൾ നോർമലി ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നത് ഇതുമായിട്ടൊക്കെ ഒത്തിരി എന്ന് പറഞ്ഞാൽ വർക്ക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്തായാലും വരും.
പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറിൻ്റെ സൗകര്യമാണ് നമ്മൾ നോക്കുന്നത്. ഏത് വർക്കിനകത്തും ഇപ്പോൾ നമ്മൾ മെഷീൻ ചെയ്ത് കൊടുക്കാമെന്നാലും കസ്റ്റമറിൻ്റെ ആവശ്യം പൂർണ്ണമായിട്ടും നിറവേറണം എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാ വർക്കും കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ കൂടുതൽ കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള സ്റ്റെയർ ഒക്കെ ഹൈഡ് ആയിരിക്കുന്നതാണ് ഇഷ്ടം. അതെ അതെ അതെ, എല്ലാം പുതിയ പുതിയ ടെക്നോളജി, നമ്മൾ ടെക്നോളജിയിലോട്ടാണ് അതെ അതെ അതെ, അങ്ങനെയുള്ള ഇതാണ്. ഇനി ഈ ലിഫ്റ്റിന്റെ ഇതിന്റെ എക്സ്റ്റൻഷൻ വർക്കിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് കണ്ട വെളിയിൽ പെയിന്റിംഗ് ഒക്കെ നടക്കുവാണ്. അത് എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരാണ് ചാനൽ 5-ലെ പുലികൾ. ഇവിടുത്തെ എല്ലാ വർക്കുകളുടെയും മേൽനോട്ടവും കാര്യങ്ങളും എല്ലാം ഇവരാണ് ചെയ്യുന്നത്. ഇത് പിന്നെ ജയകൃഷ്ണൻ, ഇത് എബി, ഇത് പ്രശാന്ത്. ഇവരാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് എന്തോ ഉണ്ടോ നമുക്കൊന്ന് അറിയണ്ടേ. എന്തായാലും 3-4 പേര് ഇതിനകത്ത് കയറി, ഞാനിവിടെ ഒന്ന് കയറി നോക്കാം. നമുക്ക് ഈസി ആയിട്ട് കയറി പോകാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് പറയാം. അതായത് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ എന്ത് ആഗ്രഹിക്കുന്നു, അതിൻ്റെ മെഷീനറികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ 5-ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആ മെഷീനറി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്പറിനകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.